മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പ്രായപൂർത്തിയാകാത്ത നൂറുകണക്കിന് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവത്തിൽ 19-കാരനായ യുവ നേതാവ് പിടിയിലായി. പ്രതിയുടെ ക്രൂരതകൾ പുറത്തുവന്നതിന് പിന്നാലെ ജനരോക്ഷം ശക്തമായതോടെ ഇയാളുടെ അനധികൃത നിർമ്മാണങ്ങൾ നഗരസഭ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ കേവലം ഒരു കുറ്റകൃത്യത്തിന്റെ കഥയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെയും സോഷ്യൽ മീഡിയയും എങ്ങനെ തെറ്റായ കൈകളിൽ എത്തുമ്പോൾ ഒരു തലമുറയെ തന്നെ തകർക്കാൻ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ ഭീകരമായ തെളിവാണ്. 19-കാരനായ ഒരു യുവാവ് 180-ലേറെ പെൺകുട്ടികളെ പ്രണയക്കിണിയിൽ കുടുക്കി പീഡിപ്പിക്കുകയും അവരുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. അമരാവതി ജില്ലയിലെ പരത്വാഡ സ്വദേശിയായ അയാൻ അഹമ്മദ് തൻവീർ അഹമ്മദ് എന്ന 19-കാരനാണ് ഈ അതിക്രൂരമായ ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിൽ. വെറും അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിലുപരി ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്ത ഇയാൾക്കെതിരെ ഇപ്പോൾ കടുത്ത നടപടിയാണ് ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൂരത വർഷങ്ങളായി ആരും അറിയാതെ തുടരാൻ ഇയാൾക്ക് സാധിച്ചത്? സൈബർ സെല്ലിൻ്റെയും പോലീസിൻ്റെയും കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ഇയാളുടെ കൃത്യമായ ആസൂത്രണത്തിലേക്കാണ്. വാട്സപ്പ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടുകയും അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ആദ്യ രീതി. പെൺകുട്ടികളെ മുംബൈയിലും പൂനെയിലേക്കും എത്തിച്ചാണ് ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. അയാളുടെ പക്കൽ നിന്നും 380-ലേറെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളുമാണ് സൈബർ സെൽ കണ്ടെടുത്തിരിക്കുന്നത്. പകർത്തിയ വീഡിയോ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. വർഷങ്ങളായി ഇയാൾ ഈ ക്രൂരത തുടർന്നു പോവുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളാണ്. മുൻപ് AIMIM പ്രാദേശിക ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അയാൻ മുഹമ്മദ്. കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ സമുദായ നേതൃത്വം അടക്കം അയാൾക്കെതിരെ രംഗത്ത് വന്നു. മതത്തിനോ രാഷ്ട്രീയത്തിനോ അതീതമായി ഇത്രയും കുട്ടികളുടെ ജീവിതം തകർത്ത ക്രിമിനൽസിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം അമരാവതിയിൽ ശക്തമായി. ഏപ്രിൽ 11-ന് അറസ്റ്റിലായ പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരവും IT നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. കേവലം ജയിൽവാസമല്ല, മറിച്ച് ക്രിമിനലുകൾക്ക് പേടിയുണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണം വേണമെന്ന ആവശ്യം അമരാവതിയിൽ ഉയർന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിയുടെ വീടിന് പുറത്ത് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ അചൽപൂർ മുനിസിപ്പൽ കൗൺസിൽ നീങ്ങിയത്. അയാന്റെ വീടിന് പുറത്തെ സ്റ്റെയർ കേസ് അടക്കമുള്ള അനധികൃത ഭാഗങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. BJP MLA പ്രവീൺ റായുടെ അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നടപടി. സമൂഹത്തിൽ കൃത്യമായൊരു താക്കീത് നൽകുക എന്നായിരുന്നു ഇതിലൂടെ ഭരണകൂടം ലക്ഷ്യമിട്ടത്. കുറ്റവാളികൾക്ക് യാതൊരുവിധ സംരക്ഷണവും ലഭിക്കില്ല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിച്ചു. അമരാവതിയിലെ ഈ സംഭവം നമുക്ക് മുന്നിൽ വലിയൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ആരുമായാണ് ബന്ധപ്പെടുന്നതെന്ന് നാം എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അയാൻ അഹമ്മദ് എന്ന 19-കാരന്റെ കുറ്റകൃത്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ്. കൂടുതൽ പെൺകുട്ടികൾ ഈ കെണിയിൽ വീണിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. നിയമ നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോഴും അത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ബോധവൽക്കരണം അനിവാര്യമാണ്.